+1 हिंदी एग्जाम ओरिएंटेड क्लास डे 2 വിജ്ഞാപൻ മത്ലബ് അഡ്വർടൈസ്മെന്റ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിജ്ഞാപൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. വിജ്ഞാപൻ കേസെ തയ്യാർ കറി, ഒരു പരസ്യം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും ഒടുവിൽ 8 മാർക്കിനോ ഇല്ലെങ്കിൽ 6 മാർക്കിനോ ഉറപ്പായും കാണുന്ന ഒരു ചോദ്യമാണ് വിജ്ഞാപൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റിന്റെ പ്രത്യേകത, ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും വേണ്ട ഭാഗങ്ങൾ മാത്രം ഈ ഫോർമാറ്റിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 8 ഇല്ലെങ്കിൽ 6 മാർക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ഫോർമാറ്റ് നോക്കാം. നമ്പർ 1, ആദ്യമായി ചെയ്യേണ്ടത് ഖുഷ് ഖബർ ഖുഷ് ഖബർ ഖുഷ് ഖബർ, സന്തോഷ വാർത്ത സന്തോഷ വാർത്ത സന്തോഷ വാർത്ത. ആപ്കെ ലിയെ പ്രസ്തുത് ഹൈ, താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ദെൻ നെയിം ഓഫ് പ്രൊഡക്റ്റ്, അവിടെ ആ പ്രൊഡക്റ്റിന്റെ പേര് എഴുതുക. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഫോർമാറ്റ് എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ വിജ്ഞാപൻ തയ്യാറാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ട് ആദ്യമേ എഴുതേണ്ടത് ഖുഷ് ഖബർ ഖുഷ് ഖബർ ഖുഷ് ഖബർ ആപ്കെ ലിയെ പ്രസ്തുത് ഹൈ ഡാഷ്. അവിടെ ഏത് പ്രൊഡക്റ്റിന്റെ പരസ്യമാണോ നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് ആഡ് ചെയ്യാം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഫോർമാറ്റിൽ ഒരു ബ്ലൂ കളറിൽ 2-3 സ്ഥലത്തൊരു റൗണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ്റെ താഴെ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയാണോ പരസ്യം തയ്യാറാക്കേണ്ടത് അതിൻ്റെ സവിശേഷതകൾ ഒരു 2, 3, 4 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ടാവും. ആ പോയിന്റ്സിനെ 3 ആണെങ്കിലും 4 ആണെങ്കിലും ആ പോയിന്റ്സിനെ ആൻസർ ഷീറ്റിൻ്റെ ഒരു 4 വശത്തായിട്ട് അല്ലെങ്കിൽ 3 പോയിന്റ്സ് ആണെങ്കിൽ ഒരു 3 സൈഡിലായിട്ട് എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പോയിന്റ്സിന് അതിലേക്ക് എടുത്തെഴുതുക എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു 3 ഏരിയ ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് ആ ഓരോരോ പോയിന്റിനെയും ഒരു റൗണ്ട് വരച്ച് അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരച്ചിട്ടോ അതിനകത്തോട്ട് ഈ പോയിന്റ്സ് എടുത്തെഴുതണം. പിന്നീട് ഒരു പ്രൈസ് ആഡ് ചെയ്യണം. റുപ്പയാന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമോ കൊടുത്തിട്ട് ഒരു പ്രൈസ് കൊടുക്കുക. പിന്നീട് ആജ് ഹി ആസ്മായേ, ഇന്ന് തന്നെ സ്വന്തമാക്കൂ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ആഡ് ചെയ്യാം. പിന്നീട് സ്റ്റോക്ക് സീമിത് ഹെ എന്നൊരു ക്യാപ്ഷൻ ആഡ് ചെയ്യാം. അതായത് ലിമിറ്റഡ് സ്റ്റോക്ക് എന്നുള്ളതാണ് വരുന്നത്. അതിനുശേഷം ഒരു ഇമേജ്, ആഡ് ഇമേജ്, ഒരു സ്പേസിൽ ഏതെങ്കിലും ഒരു പ്ലേസിലായിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പിക്ചർ പറ്റുന്ന രീതിയിൽ ഒരു ഔട്ട്ലൈൻ ആയിട്ടെങ്കിലും ആഡ് ചെയ്യാം. സമ്പർക്ക് കരെ, അതായത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. സമ്പർക്ക് കരെ എന്ന് എഴുതുക. അതിന് റൈറ്റ് സൈഡിലായിട്ട് അഡ്രസ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പാണെങ്കിൽ ഷോപ്പിനൊരു നെയിമൊക്കെ കൊടുത്തിട്ട് ഒരു പ്ലേസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാം. ഫോൺ നമ്പർ എന്ന് എഴുതിയതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു ഫോൺ നമ്പർ ഫില്ല് ചെയ്യാം. ഇമെയിൽ എന്ന് എഴുതിയതിന് ശേഷം റൈറ്റ് സൈഡിൽ ഇമെയിൽ ID, അത് സാധാരണഗതിയിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എന്താണോ അതിൻ്റെ പേര് @gmail.com എന്ന് കൊടുത്താൽ മതിയാവും. പിന്നീട് വെബ്സൈറ്റ് എന്ന് കൊടുക്കുക. റൈറ്റ് സൈഡിൽ വെബ്സൈറ്റ് എന്ന് കൊടുത്തിട്ട് www.productname.com കൊടുക്കുക. ഇൻസ്റ്റ എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇംഗ്ലീഷിൽ ഒരു ഇൻസ്റ്റ IDയും കൊടുക്കുക. പ്രൊഡക്റ്റിൻ്റെ നെയിമൊക്കെ വെച്ചിട്ട് ഒരു ഇൻസ്റ്റ IDയും കൊടുക്കുക. ഇപ്പോൾ നോക്കുക, ഇതാണ് ഫോർമാറ്റ്. ഈ ഒരു സ്ക്രീനിൽ ആ റെഡ് എങ്കിൽ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതിനുശേഷം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്നും ആ ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: बाजार में एक नया मोबाइल फोन आया है. മാർക്കറ്റിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്. ഇസ്കി ബിക്രി ബടാനെ കെ ലിയെ, അതിന്റെ വിൽപ്പന കൂട്ടുന്നതിന് വേണ്ടിയിട്ട് एक ആകർഷക വിജ്ഞാപൻ തയ്യാർ കരി, ഒരു ആകർഷകമായിട്ടുള്ള പരസ്യം റെഡിയാക്കാനാണ്. അതിനുശേഷം അതിന്റെ താഴെയായിട്ട് ഒരു 3 പോയിന്റ് വന്നിട്ടുണ്ട്. അത് ആ മൊബൈൽ ഫോണിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ലംബേ സമയത്തക്ക് ചലനെ വാലി ബാറ്ററി, അതായത് ബാറ്ററി കപ്പാസിറ്റി, പിന്നെ ക്രിസ്റ്റൽ സ്പഷ്ട പ്രദർശൻ, 108 പിക്സൽ ക്യാമറ ഡീറ്റെയിൽസ്, അങ്ങനെ മൊബൈലിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണിത്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ നെയിം എന്താണ് നയ മൊബൈൽ ഫോണാണ്, ഒരു പുതിയ ഫോണാണ്. പിന്നീട് ക്വസ്റ്റ്യൻ്റെ താഴെ തന്നിട്ടുള്ള 3 പോയിന്റ്സ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞു, ഏതൊരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമായിക്കോട്ടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമാറ്റിനെ അങ്ങനെ തന്നെ നമുക്ക് ആൻസർ ഷീറ്റിലേക്ക് പകർത്താം. ആ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഫോർമാറ്റ്. അത് ഏത് പ്രൊഡക്റ്റിൻ്റെ പരസ്യമാണെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ എഴുതുക ഖുഷ് ഖബർ ഖുഷ് ഖബർ ഖുഷ് ഖബർ ആപ്കെ ലിയെ പ്രസ്തുത് ഹൈ. ഇത് പുതിയ ഫോണിൻ്റെ കാര്യമാണ്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് നെയിമിൻ്റെ സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നോക്കുക, ബ്ലാക്കിൽ നയ മൊബൈൽ ഫോൺ എന്നുള്ളത്. പിന്നീട് 3 ഇടങ്ങളിലായിട്ട് ആ ബ്ലൂ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ താഴെ തന്നിരിക്കുന്ന 3 പോയിന്റ്സ് ആണ്. ആ 3 പോയിന്റ്സിനെ നമ്മൾ പലയിടങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തു. അതിൻ്റെ താഴെ റുപ്പയ പ്രൈസ് കൊടുത്തു. മൊബൈൽ ആയതുകൊണ്ട് 2,25,000 കൊടുത്തു.
ബാക്കി ആശയാസ്മായി സ്റ്റോക്ക് സീമിത് ഹെ, പിന്നെ ഇമേജ് ആഡ് ചെയ്യണം. ശേഷം കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, സമ്പർക്ക രേഖ കൊടുക്കുക. ഫോണിൻ്റെ കേസ് ആയതുകൊണ്ട് വൈജി കോട്ടയം എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഫോൺ നമ്പറിന് എഴുതുക, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, ഒരു ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം വെബ്സൈറ്റ് ID കൊടുക്കുന്നു, ഇൻസ്റ്റ ID കൊടുക്കുന്നു.